ഈ ശ്ലോകത്തിലെ വർണ്ണന തുടരുകയാണ്. ഏകദേശം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ഔഷധിപ്രസ്ഥത്തിൻ്റെ വർണ്ണന ഈ ശ്ലോകത്തോടെ. സന്താനകതരുച്ഛായ സുപ്തവിദ്യാധരാധ്വകം യസ്യ ചോപവനം ബാഹ്യം ഗന്ധവൽ ഗന്ധമാദനം. സന്താനകതരുച്ഛായ സുപ്തവിദ്യാധരാധ്വകം യസ്യ ചോപവനം ബാഹ്യം ഗന്ധവൽ ഗന്ധമാദനം. സന്താനകതരുച്ഛായ സുപ്തവിദ്യാധരാധ്വകം ഗന്ധമാദനം യസ്യ ബാഹ്യം ഉദ്യാനം. ഗന്ധവത് ഗന്ധമാദനം യസ്യ ബാഹ്യം ഉദ്യാനം. സന്താനകതരുച്ഛായ സുപ്തവിദ്യാധരാധ്വകം എന്ന ഒരു വാക്ക് സമസ്ത കുറേ പദങ്ങളെ യോജിപ്പിച്ച ഈ സമസ്ത പദം ഉപവനം എന്നുള്ളതിന് വിശേഷണമാണ്. അല്ലെങ്കിൽ അതെ, ഉപവനം എന്നുള്ളതിന് വിശേഷണമാണ്. അതുപോലെ ഗന്ധമാദനം എന്നുള്ളതിനും അതെല്ലാം കൂടി ഒന്നിച്ചാണ്. അപ്പോൾ സന്താനകതരുച്ഛായ സുപ്തവിദ്യാധരാധ്വകം ഗന്ധമാദനം യസ്യ ബാഹ്യം ഉപവനം അസ്തി എന്നൊക്കെ പറഞ്ഞ് അതിന് വേണമെങ്കിൽ ഒരു ക്രിയാപദം ചേർക്കാം. സന്താനക തരുഛായ സുപ്തവിദ്യാധരാധ്വകം ആയിട്ടുള്ള ഗന്ധവത്തായ ഗന്ധമാദനം യാതൊരു നഗരിയുടെ ഉപവനമാണോ അങ്ങനെയുള്ള നഗരിയെ അവർ കണ്ടു. അഥവാ ആ നഗരത്തിലേക്ക് അവർ പതുക്കെ ഇറങ്ങാൻ ആരംഭിച്ചു എന്നൊക്കെ നമുക്ക് എടുക്കാം. എന്താണ് ഈ സന്താനകം? സന്താനകം എന്ന് പറഞ്ഞാൽ കൽപ്പവൃക്ഷം. അത് സ്വർഗത്തിലെ 5 തരം വൃക്ഷങ്ങളുണ്ട്, ഈ ദിവ്യവൃക്ഷങ്ങളുണ്ട്. അതിൽ ഒന്നിനെയാണ് സന്താനകം എന്ന് പറയുന്നത്. നമ്മൾ കൽപ്പവൃക്ഷം എന്നതിന് ജനറലായിട്ട് അതൊരു കൽപ്പവൃക്ഷം ഒരു പ്രത്യേകമായിട്ടും പറയുന്നുണ്ട്. പിന്നെ ഈ സന്താനക എന്നുള്ളതിന് കൽപ്പവൃക്ഷം എന്ന് അർത്ഥമായിട്ടും പറയാം. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാലേ നമുക്കത് മനസ്സിലാവുള്ളൂ. സന്താനകം എന്നുള്ളതും ധാരാളം പറയും. സന്താനവൃക്ഷം എന്ന് പറയുന്നുണ്ട്. സന്താനം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും നൽകാൻ കഴിവുള്ളത് എന്നർത്ഥം. സന്താനക തരുഛായ അങ്ങനെയുള്ള മരങ്ങളുടെ ഛായ, നിഴലില് തണലില് സുപ്തരായിരിക്കുന്ന വിദ്യാധരൻ അധ്വകന്മാരോട് കൂടിയത് എന്നർത്ഥം. വിദ്യാധര അധ്വകന്മാരോട് കൂടിയത്. ഈ ദിവ്യ സന്താന വൃക്ഷങ്ങളുടെ മനോഹരമായ തണലിൽ ഉറങ്ങിക്കിടക്കാറുള്ള, കുറച്ച് സമയം വിശ്രമിച്ച് പോകാറുള്ള എന്നർത്ഥം. സുപ്തം എന്ന് പറഞ്ഞാൽ അവിടെ ചെറുതായി വിശ്രമിക്കുന്ന എന്നുള്ള അർത്ഥമേ ഉള്ളൂ. വിദ്യാധര അധ്വകന്മാരോട് കൂടിയതാണ്. വിദ്യാധരൻ എന്ന് പറഞ്ഞാൽ ഒരു തരം ദേവതാവിശേഷങ്ങൾ എന്നാണ് പറയുന്നത്. അതായത് ദേവന്മാരിലെ ഒരു കൂട്ടര്, അഥവാ മുഴുവൻ ദേവത്വവും ഇല്ല, മനുഷ്യരിൽ നിന്ന് ഉയർന്നതും നേരത്തെ ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. എന്നാൽ ദേവന്മാരിൽ നിന്ന് കുറച്ച് താഴെയുമായിട്ടുള്ള കുറേ വർഗങ്ങൾ ഹിമാലയത്തിൽ നമ്മൾ വർണ്ണിച്ച് കേട്ടിട്ടുണ്ട് ഇല്ലേ? വിദ്യാധരന്മാര്, പിന്നെ നേരത്തെയൊക്കെ വന്നതാണല്ലോ കിംപുരുഷന്മാരെ, യക്ഷ, കിന്നര, കിംപുരുഷ, വിദ്യാധര, പിന്നെ സ്ത്രീകൾ, അപ്സര സ്ത്രീകൾ. അതൊക്കെ സെമി ഡിവൈൻ ബീയിങ്സ് എന്നാണ് ഇംഗ്ലീഷുകാരുടെ ഭാഷ. അർദ്ധ ദേവന്മാരെന്ന് പറയട്ടെ. മനുഷ്യന്മാരുടെ യാതൊരു പ്രശ്നങ്ങളും അവർക്കില്ല. ശാരീരികമോ മാനസികവുമായിട്ടുള്ള ഒന്നും അവർക്കില്ല. എന്നാൽ ദേവന്മാരുടെ ആ പരിപൂർണതയില്ല. അങ്ങനെയുള്ള ഓരോരോ ധർമ്മങ്ങൾക്ക്, ദേവന്മാരുടെ ഓരോ ധർമ്മങ്ങളെ അനുഷ്ഠിക്കുന്ന ആരാണ് ഇവരെ. ഇതുവരെ പറഞ്ഞതിൽ നിന്ന് അവർക്ക് യൗവനം എന്നുള്ള ഒരു ദശ മാത്രമേ അവർക്കുള്ളൂ. ആ യൗവനാവസ്ഥയിൽ അവർ ഈ എല്ലാതരം സംഗീതാദി കലകളിലൊക്കെ വ്യാപരിച്ച്, പിന്നെ ഓരോരുത്തർക്കും ഓരോ ധർമ്മങ്ങളുണ്ടാവും. ദേവന്മാർ നിശ്ചയിച്ചുള്ള ധർമ്മങ്ങളും ചെയ്ത് അങ്ങനെ നിത്യ ഹരിതമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവർക്ക് മനുഷ്യരുടേതായിട്ടുള്ള
പ്രയത്നങ്ങളൊന്നും ഒന്നിനും വേണ്ട. സംഗീതാദി കലകളിലുള്ള അതിപ്രാവണ്യം, നൃത്തം തുടങ്ങി ചിത്രകല തുടങ്ങിയ എല്ലാറ്റിലുള്ള അങ്ങനെ ഒരു വർഗമായിട്ടാണ് ഇവരെയൊക്കെ പറയുന്നത്. ഓരോരുത്തർക്ക് സ്പെഷ്യലായിട്ട് വേറെയുണ്ട് ഒന്നിച്ച് പറയുമ്പോൾ. ഇവിടെ വിദ്യാധരന്മാരാണ് നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? വിദ്യാധരന്മാരുടെ ഇടയിലുള്ള അധ്വകന്മാരെന്ന് പറഞ്ഞാലോ വഴിയാത്രക്കാര് എന്നർത്ഥം. അധ്വഗാഹ എന്ന് പറഞ്ഞാൽ അധ്വാവ് എന്നൊക്കെ പറഞ്ഞാൽ വഴിയാണ്, വഴിയാത്രക്കാര്. അങ്ങനെ യാത്ര ചെയ്യുന്നവര്, അങ്ങനെ യാത്ര ചെയ്തിട്ട് ക്ഷീണിച്ചവര്, അങ്ങനെ ക്ഷീണിച്ച ആൾക്കാരുണ്ടല്ലോ. വഴിയാത്രക്കാരെപ്പോഴും ഒന്ന് ക്ഷീണിച്ചിരിക്കുക. അവർക്ക് കുറേ ഇങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്ന് വിശ്രമിക്കണം. അങ്ങനെയുള്ള വിശ്രമത്തിനായിട്ട് അവർ തിരഞ്ഞെടുക്കുന്നതാണ് ഈ ഗന്ധമാദന പർവ്വത പ്രദേശത്തിലുള്ള ഗന്ധമാദന വനം എന്നും പറയുന്നുണ്ട്. ഗന്ധം കൊണ്ട് മതിപ്പിക്കുന്നതാണ് ഗന്ധമാദനം. അവിടെയുള്ള പൂക്കൾ മാത്രമല്ല പല ചെടികൾക്കും തന്നെ അതീവ ഗന്ധമാണുള്ളത്. അങ്ങനെ ആ ഗന്ധം കൊണ്ട് മതിപ്പിക്കുന്ന ഗന്ധമാദന പർവ്വതം അഥവാ ഗന്ധമാദന പർവ്വത പ്രദേശത്തിട്ടുള്ള വനം, അതിനോട് ചേർന്ന് കിടക്കുന്ന വനം ഈ നഗരത്തിന് ഹിമവാന്റെ ഈ മഹത്തായ അതിശ്രേഷ്ഠമായ ഓഷധിപ്രസ്ഥം എന്ന ആ നഗരത്തിൻ്റെ ഉപവനമാണ്, ബാഹ്യോദ്യാനമാണ് എന്നർത്ഥം. അപ്പോൾ അത് ഇതിന് വിശേഷണമായിട്ടാണ് സന്താനക തരുച്ഛായ സുപ്ത വിദ്യാധരാധ്വക മായ ഗന്ധവത്തായ ഗന്ധമാദനം യാതൊന്നിനാണോ ഉപവനമായി ആചരിക്കുന്നത് എന്നാണ്. ഇതുകൊണ്ട് ഉപവനം ആയിട്ട് ആചരിക്കുക, അതിൻ്റെ ഉപവനമായിട്ട് കാണപ്പെടുന്നത് അത്രയ്ക്ക് മാഹാത്മ്യമുണ്ട് എന്നർത്ഥം. ഈ ഗന്ധമാദന പർവ്വത പ്രദേശങ്ങൾ ഉപവനം ആയി ഉദ്യാനമായി ഭവിക്കുന്ന അത്രയ്ക്ക് മഹാശ്രേഷ്ഠമാണ് ഈ സാക്ഷാൽ ഓഷധിപ്രസ്ഥം. അങ്ങനെ സാക്ഷാൽ ഗന്ധമാദന പർവ്വത പ്രദേശങ്ങൾ തന്നെ യാതൊന്നിന് ഉപവനമായി ആചരിക്കുന്നുവോ. എങ്ങനെയുള്ളതാണ് എന്നാണ് ഇത്. സന്താനക തരുച്ഛായ സുപ്ത വിദ്യാധരാധ്വകം. അവിടേക്ക് നിൽക്കുന്ന സാധാരണ മരങ്ങളല്ല, അഥവാ സാധാരണ മരങ്ങൾ മാത്രമല്ല, പിന്നെയോ സ്വർഗീയമായ വൃക്ഷങ്ങൾ, കൽപ്പവൃക്ഷങ്ങൾ, പലതരത്തിലുള്ള സ്വർഗീയ വൃക്ഷങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട്. അവയുടെ തണലിൽ കിടന്നിറങ്ങുന്നതും സ്വർഗീയമായ മാഹാത്മ്യമുള്ള വിദ്യാധരാദി അവിടെ താമസിക്കുന്ന ജനങ്ങളാണ്. ഈ വിദ്യാധരാദി അവർക്ക് യാതൊരു പ്രശ്നമില്ല. പല സ്ഥലത്തും നമ്മളിത് വർണ്ണിച്ചിട്ടുണ്ട്. അവർക്ക് സാധാരണ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ, നമുക്ക് സങ്കല്പിക്കാവുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ അവർക്കില്ല. അവരുടെ ഈ കലാപരമായ ജീവിതത്തിൽ, അതേപോലെ അവരുടെ പ്രിയനും പ്രിയയും ഒക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള തരം ജീവിതത്തിൽ ഒക്കെയുള്ള പ്രശ്നങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. നേരത്തെ നമ്മൾ വർണ്ണിച്ചതാണ് ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള അവർ ആ മാതിരി ഏതെങ്കിലും ഡ്യൂട്ടിക്കോ അല്ലെങ്കിൽ വേറെ ഈ മാതിരി അവരുടെ ഇഷ്ടമായിട്ടുള്ള വല്ല പ്രവൃത്തിക്കോ ഒക്കെ പോയിട്ട് അങ്ങനെ കുറച്ചൊന്ന് ക്ഷീണിച്ചാൽ ശാരീരികമോ മാനസികവുമായി ചെറുതായി ഒരു വിശ്രമം വേണമെന്ന് തോന്നിയാൽ അവർ ആശ്രയിക്കുന്നത് ഈ സന്താനക വൃക്ഷങ്ങളെയാണ്. സാധാരണ സന്താനക വൃക്ഷം എന്ന് പറഞ്ഞാൽ, കൽപ്പവൃക്ഷം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അവിടെ തന്നെ നിറവേറ്റുന്ന വൃക്ഷമാണ്. അങ്ങനെയുള്ള വൃക്ഷങ്ങൾ അവർക്ക് ആവശ്യമില്ല. എന്താ കാരണം വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ, അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ല സാധിക്കാനായിട്ട്. അവരുടെ ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചു കഴിഞ്ഞിരിക്കും. അഥവാ അതിനു മുമ്പ് തന്നെ ഈ വൃക്ഷങ്ങൾ അവർക്ക് സാധിപ്പിച്ചു കൊടുത്തിരിക്കും. അല്ലെങ്കിൽ മറ്റു തരത്തിലോ അവരുടെ സ്വാഭാവികമായിട്ടുള്ള ആ ഒരു ധർമ്മം കൊണ്ട് തന്നെ, അവരുടെ അവസ്ഥ കൊണ്ട് തന്നെ അവർ സാധിച്ചിരിക്കും. അപ്പോൾ അവർക്ക് ഈ കൽപ്പവൃക്ഷങ്ങളൊക്കെ വെറുതെ ഒരു വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമായിട്ട് മാത്രമേ അവർ കാണുന്നുള്ളൂ. അത്രയ്ക്ക് മാഹാത്മ്യമുള്ള സ്ഥലമാണ് അവിടുത്തെ ആൾക്കാരും അവിടെയുള്ള ഈ പ്രകൃതി സമ്പത്തും എല്ലാം എന്നർത്ഥം.
സന്താനകതരുച്ഛായ സുപ്തവിദ്യാധരാധ്വകം യസ്യ ചോപവനം ബാഹ്യം ഗന്ധവൽഗന്ധമാദനം. സന്താനകതരുച്ഛായ സുപ്തവിദ്യാധരാധ്വകം ഗന്ധമാദനം ഗന്ധവത് ഗന്ധമാദനം യസ്യ ബാഹ്യം ഉപവനം. അത്രേ ഉള്ളൂ. അങ്ങനെ അതിൻ്റെ മാഹാത്മ്യം വീണ്ടും വീണ്ടും പറയാണ്. അങ്ങനെ അതിൻ്റെ അതീവ മാഹാത്മ്യം. അപ്പം അടുത്തെത്തിയിട്ടാണ് അങ്ങനെ ഉപവനവും മരങ്ങളും അവിടെ കിടന്നുറങ്ങുന്ന വിദ്യാധര പുരുഷന്മാരെയും അവരെയൊക്കെ അവിടെ കാണുന്നതായിട്ടാണ് നമുക്ക് ഈ വർണ്ണന വായിച്ചാൽ തോന്നുക. അവരെ അടുത്തേക്ക് ഓഷധിപ്രസ്ഥത്തിൻ്റെ സമീപ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. സന്താനകതരുച്ഛായ സുപ്തവിദ്യാധരാധ്വകം യസ്യ ചോപവനം ബാഹ്യം ഗന്ധവൽ ഗന്ധമാദനം. ഇതിന് ഈ ഗന്ധവൽ ഗന്ധമാദനം എന്നിവിടെ നപുംസകലിംഗമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രാചീനമായ വ്യാഖ്യാനങ്ങൾ കാണുന്നത് പ്രാചീനമായ ഒരു ഉപയോഗിച്ചിരുന്നത് സുഗന്ധിഹി ഗന്ധമാദനഹ എന്ന പുല്ലിംഗ രൂപത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള പാഠഭേദം ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ നപുംസ ഉപവനം എന്നൊക്കെ ഉള്ളതിനോട് ചേർന്ന് പോകുന്നതും പിന്നീട് പരിഷ്കരിച്ച പതിപ്പായിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ ഗന്ധവത് ഗന്ധമാദനം എന്ന് പിന്നീട് പരിഷ്കരിച്ച പതിപ്പാണെന്നാണ് ഐതിഹ്യം പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അങ്ങനെ അതിമനോഹരമായ ആ ഗന്ധമാദന പർവ്വതം ബാഹ്യോദ്യാനം രൂപേണ സേവിച്ച് നിൽക്കുന്ന ആ മഹാനഗരത്തിലേക്ക് അവർ ഏകദേശം അടുത്തെത്തി പ്രവേശിക്കാൻ തുടങ്ങുന്നു എന്നർത്ഥം. കണ്ടുകൊണ്ട്